ഹായ് ഹലോ അസ്സലാമലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് മലമ്പുഴ പോയ വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ബോട്ട് കയറുന്ന അതുവരെയല്ലേ പറഞ്ഞിരുന്നത് ആ വീഡിയോയിൽ. നമ്മൾ ഒരു ബോട്ടുണ്ട് തിരിച്ച് വരുന്നത്, ആ ബോട്ട് വന്നിട്ട് അതിലാണ് നമ്മൾ കയറുന്നത്. സ്പീഡ് ബോട്ടാണ്. നല്ല രസമുണ്ട് കേട്ടോ സംഭവം. അപ്പം ഈ ബോട്ട് ഇവിടെ വന്ന് നിർത്തിയിട്ട് ഞങ്ങളും ആ ബോട്ട് തന്നെയാണ് കയറിയത്. അപ്പം ഇതിൽ 7 ആൾക്ക് 8 ആൾക്കൊക്കെ ഇരിക്കാം. അങ്ങനെ ഇരുന്ന 450 രൂപ കേട്ടോ. നമ്മൾ മൊത്തത്തിൽ 450 രൂപ. അത്ര ആൾ കയറിയാലും കയറിയിട്ടില്ലെങ്കിലൊക്കെ 450 ആട്ടോ. നമ്മൾ കുറേ ആളെയും കൊണ്ടാണ് കയറുക. അപ്പം പിന്നെ നമുക്ക് മുതലാവുമല്ലോ. ഒരുപാട് സമയമൊന്നുമില്ല കേട്ടോ, കുറച്ച് സമയമുള്ളൂ. എന്നാലും മുതലാവുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം ഞങ്ങളിതിൽ കയറി, ഞങ്ങളിതിൽ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ പേടിയില്ലോലും ഒക്കെ ഉണ്ട്, കാരണം അത് ഇങ്ങനെ ബോട്ട് അല്ലേ, പിന്നെ ഇതിന് മേലെയും മേൽക്കൂരയൊന്നും ഇല്ലാത്തതല്ലേ. അപ്പോൾ ഇങ്ങോട്ട് മടങ്ങി വരുമ്പോൾ അതിനൊരു ചെറിയൊരു ആടലൊക്കെ ഉണ്ട് ഇങ്ങനെ വന്ന് നിർത്തുമ്പോൾ. അപ്പം അത് മറ്റേ വണ്ടി ഈ വണ്ടി തന്നെ ഇതിൻ്റെ മുമ്പ് പോയോല് വന്ന് നിന്നപ്പോൾ അത് കണ്ടിക്കണ്. അതുകൊണ്ട് എനിക്ക് പേടിയൊക്കെ ഉണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഒന്നും അറിയൊന്നുമില്ല. അങ്ങനെ വന്ന് ഇരുന്ന് നമ്മൾ വരുമ്പോഴൊന്നും. കാണാത്ത പോലുണ്ടെങ്കിൽ ഓൽക്കും വേണ്ടി കേട്ടോ, കണ്ടുപോലുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുമല്ലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക്, ഷെയർ, കമൻ്റൊക്കെ തന്നോളി കേട്ടോ. അപ്പോൾ ഇതാ ഈ ചെറുക്കനാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇത് ആങ്ങളുടെ പേരക്കുട്ടിയാട്ടോ. അപ്പം ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങി. ഇത് നമ്മൾ ആ ഭാഗത്തു നിന്ന് ഇപ്പുറത്തേക്ക് തന്നെ നമ്മൾ വന്ന ആ സ്ഥലത്തേക്ക് തന്നെ പോരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കമ്പിപ്പാലം കടക്കണം കേട്ടോ. ഈ കമ്പിപ്പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷട്ടറൊക്കെ താത്തൂലേ ഡാമിൻ്റെ, അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഈ കമ്പിപ്പാലത്തുമ്പോൾ കൂടെ പോകണം. അങ്ങനെ പോവുകയാണ്. ഇത് നമ്മൾ കുറേ ആളിങ്ങനെ നടന്നതാണ്. ഈ ഷട്ടർ താത്തുന്ന ഇതിൻ്റെ ഈ സംഭവത്തിൽ നിന്ന് വരുന്ന വെള്ളമാണിത് മുഴുവൻ. അപ്പം അതിൽ കൂടിയാണ് നമ്മൾ അപ്പുറത്തേക്ക് പോകണത്. നമ്മൾ കുറേ ആളിങ്ങനെ നടക്കുമ്പോൾ ഇതും തന്നെ ആടിനൊക്കെ ഉണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ കാണുന്നതാണ് ഈ യക്ഷി കേട്ടോ. അതിൻ്റെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ ഞാൻ അവിടെ കുറേ ചെറുക്കന്മാരും ഒക്കെ കണ്ടപ്പോൾ പിന്നെ ഒരു മടി. അപ്പോൾ ഞാൻ കുറച്ച് ദൂരത്തു നിന്ന് വെറുതെ ഒന്ന് എടുത്തതാണ്. യക്ഷി ഇപ്പോഴും ആ പഴയ മട്ടത്തിൽ തന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് വന്ന് വീണ്ടും ഗാർഡൻ തന്നെയാണ്. ഇവിടെ കൂടുതൽ ഗാർഡനാണല്ലോ. ഞങ്ങളായി കൂടെ ഇങ്ങനെ നടന്ന് വന്ന് ഇങ്ങനെ നമ്മൾ വന്ന് അവിടേക്ക് തന്നെ വരുമ്പോഴാണ് കുട്ടികൾക്കില്ല പാർക്കൊക്കെ കേട്ടോ. ഇവിടുന്ന് കുറച്ച് ഇനി അങ്ങോട്ട് നടക്കാണ്ട്. വെയിലിങ്ങനെ ചൂടായി വരികയാണ്. 11 മണി 11:30 ആയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കണം കേട്ടോ. കാരണം 8 മണിക്ക് കയറിയിരിക്കണം ഇതിൻ്റെ ഉള്ളിലേക്ക്. പിന്നെ 11 മണിയൊന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിൽക്കൂല. എന്തൊരു ചൂടാ. വെയിൽ മുഴുവൻ അരച്ചണത് മുതൽ അസ്തമിച്ചത് വരെ ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഇതിൽ കൂടെ ഇങ്ങനെ നടന്ന് നമ്മൾ ഈ വന്ന വഴി അവിടേക്ക് എത്തണം. ഇത് ഡാമിൻ്റെ ഒരു ഭാഗം കേട്ടോ. നമ്മൾ കയറുന്ന ഒരു ഭാഗത്തു കൂടിയും പിന്നെ അങ്ങേ തലക്ക വരെ പോകാം. ഇനിയിപ്പോൾ അങ്ങനെ പോകാൻ സമ്മതിച്ചണില്ല. കുറേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതിൽ കൂടെ നമ്മളോട് താഴേക്ക് ഇറങ്ങാൻ പറയും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ നമ്മളിങ്ങനെ വന്ന് ആദ്യം വന്ന് അവിടേക്ക് ഇങ്ങനെ വരികയാണ്. കയറിയപ്പോൾ തന്നെ ആ പാർക്ക് അവിടെ കണ്ടിക്കണം. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ആ പാർക്ക് കയറായിട്ട് ഭയങ്കര ഇതേനു. പാർക്ക് കയറണം എന്നും പറഞ്ഞു ഞങ്ങൾ അവിടേക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉണ്ട് ഒരു കൃഷ്ണൻ്റെ രൂപ കേട്ടോ. അതിലാണ് ഈ സ്പ്രിങ്ക്ലർ ഈ പൈപ്പ് വെച്ചിക്കണത്. അതിങ്ങനെ കുളിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൃഷ്ണൻ അതിൻ്റെ നടുക്ക്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ ഗാർഡനിൽ എത്തിയിട്ട് നമ്മൾ ഗാർഡൻ എന്നാണ് പറയുന്നത്. കുട്ടികളെ പാർക്കിലെത്തിയിട്ട് നമ്മൾ പാർക്ക് പറഞ്ഞതാണ്, മാറിപ്പോയതാണ്. അപ്പോൾ പാർക്കിലെത്തി. പാർക്കിൻ്റെ ഇവിടെ കുറേ കുട്ടികൾക്ക് കളിച്ചാൽ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൽക്കൂടിയൊക്കെ കളിച്ച് കുറേ പ്രാവശ്യം അതിലും ഇതിലൊക്കെ കയറി നല്ലോണം കുഴങ്ങിയിട്ടുണ്ടവലൊക്കെ. വെയിലും ആയില്ലേ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ ഇതിൽ കുറേ സ്ഥലത്ത് കയറി. ഓൾക്ക് എവിടെ പോയാലും പാർക്കാണല്ലോ വേണ്ടത്.
അങ്ങനെ പാർക്കിലൊക്കെ കയറി ആടി തിമിർത്ത് ഞങ്ങൾ ആകെ കുഴങ്ങീന്. അങ്ങനെ വിലയൊക്കെ ആട്ടിമറിച്ച് ഇവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്, നമുക്ക് വലിയവർക്കും ഇരിക്കാം. പക്ഷെ അത് അതിൻ്റെ ചെങ്ങല അയഞ്ഞിക്കുക എന്താ നമ്മളുണ്ട് ഇരുന്ന അങ്ങോട്ട് മറിഞ്ഞു പോകും. അങ്ങനെ കുട്ടീനെയും കൊണ്ട് ഇപ്പം തന്നെ വീകേണ്ടതായിരുന്നു. അങ്ങനെ വീണതൊന്നുമില്ല. എന്തായാലും ഇതൊക്കെ കുട്ടികളുടെതാണ്. ഇപ്പുറത്ത് നമുക്ക് വലിയവർക്കും ആടാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പോകാത്തവരൊക്കെ ഒന്ന് പോയി നോക്കുക. കണ്ടോൾക്ക് പിന്നെ ഇതൊക്കെ ഞാൻ പറയണത് അവിടെ അത്ര വലിയ രസമൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെ നിൽക്കണ്ടോ അങ്ങനത്തോൽക്കല്ല കേട്ടോ, പോകാത്തവരോടാണ്. ഇപ്പോൾ ഇതിൽ കൂടിയൊക്കെ കയറി ഈ ചെറുക്കനും അതിൻ്റെ ഒപ്പം കയറിയിരിക്കണം കേട്ടോ. മറ്റോള് കയറിനീൻ്റെ ഒപ്പം കയറിയിരിക്കണം ഇവനും. അപ്പം പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഒക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു. ഒരു 11:45 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് പോയി. നേരെ പോയത് വരിക്കാശ്ശേരി മനല്ലേ, നമ്മളെ മോഹൻലാലും മഞ്ജു വാര്യറും ഒക്കെ അഭിനയിച്ചിന് ആ മന കാണാൻ പോയിട്ടോ. അവിടെ ചെന്നാലും നല്ല സംഭവമാണ്. നല്ല ആ സിനിമകളൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണ മാതിരി തോന്നും. അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം അതേപോലെ തന്നെ ഉണ്ട് ഇപ്പോഴും. പിന്നെ ഒരു കുളിച്ചീനെ കുളത്തേക്ക് പോണ വഴിയാണ് ഇവിടെ. ഈ ഇതിൻ്റെ അപ്പുറത്താണ് കുളം. പക്ഷേ ഇവിടേക്കൊന്നും നമ്മളെ ഇറക്കി വിടണമൊന്നുമില്ല, കാണാം. പിന്നെ ഇത് നടുമുറ്റാണ്. ഇതിൻ്റെ ചുറ്റുഭാഗത്ത് ഇവിടെയൊക്കെ ആളുകൾ വന്നിരുന്ന് ഫോട്ടോ എടുക്കണുണ്ട്. ഇവിടെ നമുക്ക് വിശ്രമിച്ച് ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ലൊരു സുഖം കേട്ടോ. തണുപ്പുണ്ട് ഇവിടെ. പണ്ടത്തെ പെരകളാവുമ്പോൾ തന്നെ ഒരു തണുപ്പല്ലേ. ഇത് അവിടുത്തെ അടുക്കള കേട്ടോ. പിന്നെ ഇത് കിണർ അത്യാവശ്യം ആയൊക്കെ ഉണ്ട്, എന്നാലും നല്ലൊരു വൃത്തിയില്ലൊരു കിണർ. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഈ മനൻ്റെയും മലമ്പുഴയ്ക്ക് പോയ ബാക്കി വീഡിയോ ഒക്കെയാണ്. ഇതൊക്കെ ഫോട്ടോ എടുക്കാനാണ്. ഇത് ഈ സ്ഥലത്താണ് നമ്മളെ പിന്നെ രേവതി ആ നൃത്തം ചെയ്തില്ലേ, ആ സ്ഥലമാട്ടത്. അപ്പോൾ അവിടെയൊക്കെ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.